ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. തമ്പനയിൽ കണ്ട പോലെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിത്തൗട്ട് റവ ആവശ്യമില്ലടോ റവ. അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എന്നുള്ളത്? യെസ്, പുട്ടുണ്ടാക്കുമ്പോൾ ഒരു അരക്കുറ്റി പുട്ടെങ്കിലും ബാക്കി ഉണ്ടാകാതെ പോലെ. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലുണ്ടല്ലോ, പിന്നെ പുട്ടുണ്ടാക്കുന്ന ദിവസം ഒരു കുറ്റി പുട്ട് നമ്മൾ ബാക്കി എക്സ്ട്രാ ഉണ്ടാക്കിയിരിക്കും. ഇതുപോലെ പുട്ടുണ്ടാക്കാനേ അത്രക്ക് ടേസ്റ്റാണേ. അപ്പം ഇതുപോലെ പുട്ട് ഇതുപോലെ അങ്ങോട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യം ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക്, അതൊക്കെ അവനാൻ്റെ എരിവിനനുസരിച്ച് കൂട്ടാ കുറക്കൊക്കെ ചെയ്യുക. പിന്നെ ഒരു 5 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പ്, വറ്റൽമുളക് ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ ഈ എണ്ണയിലേക്ക് ഒരു കാര്യം കൂടെ ഇടണം. എന്താണെന്ന് ചോദിച്ചാൽ ഉഴുന്നാണ്. ഉഴുന്നും കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഞാനിവിടെ അത് 1 മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ടാവും. ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്, ആ ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നേരം ഞാനിവിടെ വഴറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ പുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കയറണ്ട, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ട് ഇളക്കിയാൽ മതി കേട്ടോ, കാരണം ഇത് ഓൾറെഡി വെന്ത സാധനമാണ്. ഇനി ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇത് ഇനി കുറേ നേരം ഇളക്കി കൊടുത്ത് വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് അത്യാവശ്യം വെന്ത് വന്ന സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റോളം ഞാൻ സിമ്മിലിട്ട് ചെറിയ തീയിലിട്ടിട്ടാണ് വേവിക്കണത്. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ റവ കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവാണോ ഇത് പുട്ട് കൊണ്ടുണ്ട ഉപ്പുമാവാണോ ഒന്നും തിരിച്ചറിയില്ല കേട്ടോ. അത്രക്ക് അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളിട്ടോ. പിന്നെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ ആരും മടിക്കണ്ട. അപ്പോൾ ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അധികം വേവൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. കുട്ടികളൊക്കെ അതാ കഴിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സംസാരങ്ങളൊന്നും നീട്ടണില്ല. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.